മാന്യ പ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. എല്ലാ മാതാപിതാക്കളോടും എല്ലാ അധ്യാപികരോടും അതുപോലെ സ്കൂൾ അധികൃതരോടും ഒരു വിനയ പുരസ്സരമുള്ള അഭ്യർത്ഥന. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയന്റിഫിക് ഹെറിറ്റേജിന്റെ കീഴിലുള്ള കേച്ചേരി തൃശ്ശൂരിലുള്ള ഭാരതീയ വിദ്യാവിഹാറിലെ 9ാം ക്ലാസ്സിലെ കുട്ടികളെ ഒരു ആൾമോസ്റ്റ് 4-5 മണിക്കൂർ സമയം മെന്റലി ഹാൻഡിക്യാപ്ഡ്, ഫിസിക്കലി ഹാൻഡിക്യാപ്ഡ് ആയിട്ടുള്ള ഒരു സ്ഥാപനത്തിലേക്ക് വടക്കാഞ്ചേരിയിലേക്ക് കൊണ്ടുപോവുകയുണ്ടായി. എല്ലാ വർഷവും കൊണ്ടുപോകാറുണ്ട് ഈ കുട്ടികളെ. ഈ കുട്ടികൾ കുറേ സാധനങ്ങൾ മേടിക്കും. സോപ്പ് മേടിക്കും, വള മേടിക്കും, മാല മേടിക്കും, അരി, മരുന്ന്, എന്തൊക്കെയാണോ ആ സ്ഥാപനത്തിന് ആവശ്യമുള്ളത് അത് അവരോട് ചോദിച്ചും ചോദിക്കാതെയും ഈ കുട്ടികൾ വാങ്ങിക്കും. സാധിക്കുന്നത്രയും അവര് അച്ഛൻ്റെയോ അമ്മയുടെയോ അടുത്ത് ചോദിച്ചിട്ട് പൈസയും മേടിക്കും. ഇപ്രാവശ്യം 9ാം ക്ലാസ്സിലെ കുട്ടികൾ പോയത് ഇതുപോലെ ഒരു മാനസിക വളർച്ച എത്താത്ത ഒരു ഓർഫനേജ് ടൈപ്പ് സ്ഥലത്തേക്കാണ്. ഈ കുട്ടികൾ അവിടെ ചെന്ന് അവരുടെ കൂട്ടത്തിൽ കളിച്ച്, അവർക്ക് വളയിട്ട് കൊടുത്ത്, അവർക്ക് മാലയിട്ട് കൊടുത്ത്, അവരുടെ കൂട്ടത്തിൽ ഊണ് കഴിച്ച്, അവർക്ക് ഡ്രസ്സൊക്കെ കൊടുത്ത്, അവർക്ക് പഠിക്കാനുള്ള പേനയും ഇൻസ്ട്രുമെന്റ് ബോക്സും ഒക്കെ മേടിച്ചു കൊടുത്ത് ഒരു 4 മണിക്കൂർ അവരുടെ കൂട്ടത്തിൽ ചെലവഴിച്ച് എൻ്റെ സ്കൂളിലെ കുട്ടികൾ തിരിച്ചു വരുമ്പോൾ ഈ കുട്ടികളും പൊട്ടിക്കരയുന്നുണ്ടായിരുന്നു, ആ കുട്ടികളും പൊട്ടിക്കരയുന്നുണ്ടായിരുന്നു. ശരിക്ക് മനുഷ്യന്റെ വേദന എന്താണെന്നും ഇതുപോലെയുള്ള ഒരു കുട്ടികൾ ഉള്ള മാതാപിതാക്കളുടെ വേദന എന്താണെന്നും ഈ എൻ്റെ സ്കൂളിലെ കുട്ടികൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. അതുപോലെ 10ാം ക്ലാസ്സിലെ കുട്ടികളെ ഇപ്രാവശ്യം കൊണ്ടുപോയത് പാലിയേറ്റീവ് കെയർ സെന്ററിലാണ്. വേദന കൊണ്ട് പുളയുന്ന കുറേ പേരെ ചികിത്സിക്കാൻ പ്രതിജ്ഞാബദ്ധരായിട്ട് 10 പൈസ പോലും ശമ്പളം മേടിക്കാതെ പിന്നെ പലരുടെയും സഹായത്തോടു കൂടി കഴിയുന്ന പാലിയേറ്റീവ് കെയർ സെന്ററിലേക്ക് പോയപ്പോൾ അവിടെ ആ വൃദ്ധരെയും വേദന കൊണ്ട് പുളയുന്നവരെയും എങ്ങനെയാണ് ചികിത്സിക്കുന്നത് എന്നും പലർക്കും മലം പോകാതെ വരുമ്പോൾ ആ കുടലിൽ കൈയിട്ട് മലമെടുത്ത് മാറ്റുന്നതിനെ കുറിച്ചും അവരുടെ വേദന എത്രത്തോളം ഉണ്ടെന്നും അതിനെന്തൊക്കെയാണ് പരിഹാരമെന്നും അവരെ എങ്ങനെയാണ് ആശ്വസിപ്പിക്കുന്നതെന്നും ഈ കുട്ടികളെ 10ാം ക്ലാസ്സിലെ കുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കുന്ന പാലിയേറ്റീവ് കെയർ സെന്ററിലെ ആ ജീവനക്കാരുടെ കൂട്ടത്തിൽ ഒരു 4-5 മണിക്കൂർ നമ്മുടെ സ്കൂളിലെ കുട്ടികൾ ചെലവഴിച്ചു. അത് രണ്ടും കഴിഞ്ഞ് തിരിച്ച് അവര് വീട്ടിലേക്ക് അവര് സ്കൂളിലേക്ക് വന്നപ്പോൾ അവർ പറയായിരുന്നു, ഇനി അടുത്ത പ്രാവശ്യം അടുത്ത മാസത്തിലോ മറ്റോ ഒരു സൺഡേ, ഇപ്പൊ സ്കൂൾ ഡേയ്സ് പോവില്ല, ഒരു സൺഡേ ഫുൾ ഡേ അവിടെ ഞങ്ങളെ ചെലവഴിക്കാൻ അനുവദിക്കണം. അവരുടെ വേദന കുറയ്ക്കാൻ ഞങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുമെങ്കിൽ ചെയ്യാമല്ലോ. ഈ 10ാം ക്ലാസ്സിലെ കുട്ടികൾ കുറേ സാധനങ്ങൾ കരുതിയിരുന്നു. അവരവിടെ ചെന്നു. അവിടെ സുഖമില്ലാതെ കിടക്കുന്നവരുടെ അടുത്ത് സംസാരിച്ചു, അവരെ തലോടി, അവരുടെ കൈകാലൊക്കെ തിരുമ്മിക്കൊടുത്തു, അവരുടെ വേദന എന്താണെന്ന് പറഞ്ഞു മനസ്സിലാക്കി, എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു. ഇങ്ങനെ ശരിക്ക് വേദനയില്ലാതെ സന്തോഷത്തോടു കൂടി തുള്ളിച്ചാടി നടക്കുന്ന കുട്ടികൾക്ക് ഈ ലോകത്തിലെ വാർദ്ധക്യം എന്താണെന്നും മാനസിക അസ്വാസ്ഥ്യം എന്താണെന്നും ശാരീരിക രോഗം എന്താണെന്നും മനുഷ്യന് മറ്റുള്ളവരുടെ സഹായമില്ലാതെ ജീവിക്കാൻ പറ്റുന്ന അവസ്ഥ, സഹായമില്ലാതെ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥ, ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നും മനസ്സിലാക്കാൻ സാധിച്ച ഒരു അനുഭവം ഭാരതീയ വിദ്യാവിഹാർ സ്കൂള്, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയന്റിഫിക് ഹെറിറ്റേജിന്റെ എല്ലാ വർഷവും ഇത് നടത്താറുണ്ട്. അടിമുടി കുട്ടികളിൽ മാറ്റം ഉണ്ടാവുന്നുണ്ട്. എല്ലാ വിദ്യാലയങ്ങളിലെ കുട്ടികളോടും എല്ലാ അധ്യാപകരോടും എല്ലാ മാതാപിതാക്കളോടും എനിക്ക് പറയാനുള്ളത്, നിങ്ങളുടെ മക്കൾ അനുസരണക്കേട് കാണിക്കുന്നു, അവർ പ്രത്യേക രീതിയിൽ പെരുമാറുന്നു, അവർക്കൊരു ഉത്തരവാദിത്വമില്ല എന്ന് തോന്നുകയാണെങ്കിൽ ഇതുമാതിരിയുള്ളത് ഇടയ്ക്കൊന്ന് കാണിച്ചു കൊടുക്കാം. ഈ ലോകം എന്താണെന്ന് നിങ്ങളുടെ മക്കൾ മനസ്സിലാക്കട്ടെ. യഥാർത്ഥത്തിൽ ചിരിയും കളിയും മാത്രമുള്ള ലോകമേ അവർ കാണുന്നുള്ളൂ. അതല്ലാത്തൊരു ലോകമുണ്ട്. വേദനയുടെയും ദുഃഖത്തിൻ്റെയും അനാഥത്വത്തിൻ്റെയും രോഗത്തിൻ്റെയും ഒരു ലോകവും കൂടി ഉണ്ടെന്ന് നിങ്ങളുടെ മക്കൾ മനസ്സിലാക്കട്ടെ എന്ന് ഞാൻ എൻ്റെ അനുഭവത്തിൽ നിങ്ങളോട് പറയുകയാണ്. ഈ വർഷം ഒരു പക്ഷേ കുട്ടികളെ 2-3 പ്രാവശ്യം 2-3 സ്ഥലത്തേക്ക്, അനാഥാലയത്തിലേക്കും ഇതുപോലെയുള്ള സ്ഥാപനത്തിലേക്കെല്ലാം കൊണ്ടുപോകാൻ
കൂടുതൽ ആക്റ്റീവ് ആക്കാനും തീരുമാനിച്ചിട്ടുണ്ട്. മനുഷ്യൻ അറിയണം നരസേവ, നാരായണ സേവ, ജനസേവ, ജനാർദ്ദന സേവ, മാനവസേവ, മാധവസേവയാണെന്ന്. നിങ്ങളുടെ മക്കൾക്കും ഇതെല്ലാം കണ്ടും കേട്ടും മനസ്സിലാക്കാൻ സാധിക്കട്ടെ. പ്രണാമം, നമസ്കാരം.